എക്സൈസ് മന്ത്രിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ എസ്കോർട്ട് പോകണമെന്ന് നിർദ്ദേശം. എക്സൈസ് കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഇന്നലെ നടന്ന യോഗത്തിൽ വാക്കാലായിരുന്നു നിർദ്ദേശം നൽകിയത്. എന്നാൽ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് മന്ത്രി എം.പി. രാജേഷിന്റെ വിശദീകരണം. നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ഗൌരവമായി പരിശോധിക്കുമെന്നും പിൻവലിക്കാൻ നിർദ്ദേശം നൽകുമെന്നും എക്സൈസ് മന്ത്രി അറിയിച്ചു. സുനിൽ ലൈസ് വിവരങ്ങൾ നൽകും. സുനിൽ, എത്ര വിചിത്രമായ ഉത്തരവാണ് യോഗത്തിൽ ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ട് എന്താണ് മന്ത്രിയുടെ വിശദീകരണം? ദിവ്യ, ഇന്നലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെയും ജോയിന്റ് കമ്മീഷണർമാരുടെയും യോഗത്തിലാണ് എക്സൈസ് കമ്മീഷണർ ഇത്തരത്തിൽ വിചിത്രമായ ഒരു നിർദ്ദേശം നൽകുന്നത്. അത് ഉത്തരവായിട്ടല്ല, വാക്കാലായിട്ടായിരുന്നു അത്തരമൊരു നിർദ്ദേശം നൽകുന്നത്. ആ നിർദ്ദേശം ഇന്നലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഏത് വകുപ്പിൽപ്പെട്ട മന്ത്രിമാരാണെങ്കിലും അവർക്ക് എക്സ്പോർട്ട് പോകുന്നത് പോലീസാണ്. സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഒരു മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു എക്സ്കോർട്ട് വാഹനം അതാത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും മറ്റൊന്ന് മന്ത്രിക്കൊപ്പമുള്ള ഒരു എക്സ്കോർട്ട് വാഹനം, അങ്ങനെ രണ്ട് വാഹനങ്ങളാണ് സാധാരണഗതിയിൽ മറ്റ് അടിയന്തര ഘട്ടങ്ങളൊന്നുമില്ലാത്ത, മറ്റ് ഭീഷണികളൊന്നുമില്ലാത്ത സമയങ്ങളിൽ സാധാരണ മന്ത്രിമാർക്ക് പോവുക. അത് പോലീസിന്റെ ചുമതലയാണ് അങ്ങനെ എക്സ്കോർട്ട് പോകുക എന്നുള്ളത്. ഇതിപ്പോൾ എക്സൈസ് കമ്മീഷണർ പറയുന്നത് അത് അങ്ങനെ പോയാൽ പോരാ, ഇനി മുതൽ എക്സൈസ് മന്ത്രി എവിടെയെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എക്സൈസിന്റെ ഒരു വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു വാഹനത്തിൽ മന്ത്രിയെ ഫോളോ ചെയ്യണം, അവർക്ക് എസ്കോർട്ട് പോകണം എന്ന നിർദ്ദേശമാണ് അജിത് കുമാർ നൽകുന്നത്. മാത്രമല്ല, മന്ത്രി എവിടെയെങ്കിലും പോയി താമസിച്ചാൽ, ഗസ്റ്റ് ഹൗസിലോ മറ്റ് എവിടെയെങ്കിലും ഒക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ താമസിക്കുന്ന സ്ഥലത്തിന് പുറത്തും എക്സൈസിന്റെ ഗാർഡ് ഉണ്ടാവണം എന്ന നിർദ്ദേശം കൂടി, വിചിത്ര നിർദ്ദേശം കൂടി എക്സൈസ് കമ്മീഷണർ അജിത് കുമാർ യോഗത്തിൽ വെച്ചിരുന്നു. ഈ നിർദ്ദേശത്തെ യോഗത്തിൽ വെച്ച് തന്നെ ആളുകൾ അതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്ക്, ഒന്നാമത് വാഹന പരിമിതികളുണ്ട്, സംവിധാനങ്ങളുടെ കുറവുണ്ട്, ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. അതിനിടയിൽ ഈ എക്സൈസ് മന്ത്രിക്ക് എക്സ്കോർട്ട് ഡ്യൂട്ടി പോവുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പോകണം എന്ന നിർദ്ദേശമാണ് അജിത് കുമാർ നൽകിയത്. എന്തായാലും നമ്മൾ എം.പി. രാജേഷുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, താൻ അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അങ്ങനെ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നൽകിയിട്ടുണ്ടെങ്കിൽ അജിത് കുമാർ നൽകിയത് താൻ അറിയാതെയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കും, അത് കർശനമായി നിർദ്ദേശം നൽകും, അത് പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകും എന്നാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്.